നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് സംസാരിച്ചാലും ഒടുവിൽ കണ്ണ് നിറഞ്ഞ് പറഞ്ഞു നിർത്തുന്നത് ഇവിടുത്തെ അച്ഛന്റെ കാര്യമാ. അവന്തികേടത്തെ മാത്രമേ അച്ഛനിപ്പൊ സ്നേഹിക്കുന്നുള്ളൂന്നും ചേച്ചിയെ പൂർണ്ണമായിട്ട് തഴയുവാണെന്നും ഒക്കെ പറഞ്ഞ് കരയും. അത് കേൾക്കുമ്പോ എനിക്ക് മനപ്രയാസമാവും. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തിട്ട്. എത്ര വേണ്ടാന്ന് കരുതിയാലും പലരുടെയും ജീവിതത്തില് നമ്മുടെ ജീവിതം ഒരു കല്ലുകടിയാ. സ്നേഹം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവന്തികേട്ടത്തി ഓവറാ. എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചു എന്ന് കരുതി കൂടുതൽ ഭരിക്കുക എല്ലാവരെയും. എടോ, അത് എന്റെ തെറ്റിദ്ധാരണയാ. അർച്ചനേട്ടത്തി ഇവിടേക്ക് വരുന്നതുവരെ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിയിരുന്നത് അവന്തികേട്ടത്തി തന്നെയാ. അർച്ചനേട്ടത്തി വന്നപ്പോ പുള്ളിക്കാരി ഒന്നിനും തലയിടുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അർച്ചനേട്ടത്തിയുടെ നേരെ ഓപ്പോസിറ്റ് അവന്തികേട്ടത്തി. പണ്ട് മുതലേ ഏട്ടത്തി അങ്ങനെ കർശനക്കാരിയെ നിന്നതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം ഉണ്ടായിരുന്നത്. എനിക്ക് സച്ചേട്ടനൊക്കെ ഏട്ടത്തി പറയുന്നതിനൊരു മറുവാക്കില്ല. അതന്നും ഇന്നും. കാരണം എത്ര കർക്കശം കാണിച്ചാലും ഒരമ്മയുടെ വാത്സല്യം എന്നും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഏട്ടത്തി. ഏട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഏട്ടത്തി ജീവിച്ചതൊക്കെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിനു വേണ്ടിയാ. ആ കടപ്പാടൊന്നും മറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവം. പിന്നെ അർച്ചനേട്ടത്തിയുടെ കാര്യം, അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനും തരം കാരണം ഏട്ടത്തി ഇപ്പോൾ ഇത്രയും വിഷമിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയപ്പോ ഏട്ടത്തി കിട്ടിയത് സങ്കടം. നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായീകരിച്ച് അതിലെ തെറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുമ്പോൾ അതേപോലെ തന്നെ അച്ഛനും ശരിയും തെറ്റുകളും ഉണ്ട്. അച്ഛന്റെ കണ്ണിലും മനസ്സിലും ഏട്ടത്തെ ഇതൊക്കെ ചെയ്തതെന്നാ. അത് ഞാനോ താനോ പറഞ്ഞാൽ മാറുന്നല്ലോ. ഒരു നിമിഷം കൊണ്ട് ഏട്ടത്തെ കുറ്റക്കാരിയാക്കിയ പോലെ മറ്റൊരു നിമിഷം കൊണ്ട് ഏട്ടത്തെ മനസ്സിലാക്കാനും അച്ഛന് പറ്റും. അതിന് എത്ര കാലം വരെ വേണമെന്ന് മാത്രം എനിക്കറിയില്ല. എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ. ഒരു ദിവസം എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തായാലും കാത്തിരിക്കാനല്ലേ പറ്റൂ. അത് എത്രയും വേഗം സംഭവിച്ചാൽ മതി. നമുക്ക് ഏട്ടത്തിൻ്റെ അടുത്ത് പോയി കുറച്ചു നേരം ഇരുന്നാലോ? സച്ചേട്ടനും ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഏട്ടത്തിക്ക് ആ വിഷമം കുറച്ചൊക്കെ മാറും. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.